പരിധിയോടെ ഒരു പ്രശ്നത്തെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്നാർ പള്ളിവാസൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നാട്ടുകാരുടെ അതിക്രമം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ചില ദൃശ്യങ്ങൾ പ്രചരിച്ചു. പോലീസ് കേസെടുക്കുകയും ചെയ്തു. മുമ്പ് വിനോദസഞ്ചാരികൾക്ക് ചില മോശം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെതിരെ ആരോപണത്തിൽ വലിയ പ്രചാരം ലഭിച്ചു. സത്യം അതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. സോഷ്യൽ മീഡിയ വിചാരണ വേറെ. എന്നാൽ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഭവത്തിന്റെ മറുവശം വ്യക്തമാകുന്നത്. അതിലേക്കാണ് ഇനി എന്താണ് നേരെന്നറിയിച്ച ആ ദൃശ്യങ്ങളിൽ. മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നാട്ടുകാരായ ചില ആളുകളുടെ ക്രൂര മർദ്ദനമുണ്ടായിരുന്നു. അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നീട് 2-3 തവണ സമാനമായ രീതിയിൽ ആളുകൾ വിനോദസഞ്ചാരികളെ ആക്രമിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന എല്ലാ ആക്രമണങ്ങളും നാട്ടുകാരായ ആളുകളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നെത്തിയ 26 പേരടങ്ങുന്ന സംഘവും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. വഴിയരികിൽ വാഹനം നിർത്തിയിറങ്ങിയ സഞ്ചാരികളെ നാട്ടുകാർ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. ഇത് കണ്ട ആളുകളെല്ലാം വിനോദസഞ്ചാരികൾക്ക് നേരെ നാട്ടുകാരുടെ ക്രൂരത എന്ന് വിലയിരുത്തി. എന്നാൽ അതിനൊരു മറുവശം കൂടിയുണ്ടെന്ന് പല സംഭവങ്ങളുടെയും മൂന്നാം കണ്ണാകുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പള്ളിവാസലിലെ ജീപ്പ് ഡ്രൈവറായ ആനന്ദിനാണ് CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മർദ്ദനമേറ്റത്. വിനോദസഞ്ചാരികൾ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിന് മുകളിൽ കയറിയിരിക്കുകയും ഫോണിൽ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ഇതൊഴിവാക്കണമെന്നാണ് ആനന്ദ് ആവശ്യപ്പെട്ടത്. അതിനു പിന്നാലെ ആദ്യം ആനന്ദിനെ സംഘം ചേർന്ന് ആക്രമിച്ചത് വിനോദസഞ്ചാരികളാണെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. നിലവിൽ നാട്ടുകാരായ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയാണ് വെള്ളത്തുവൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്കെതിരെയും കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അപമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ സഞ്ചാരികൾ സംഭവം പ്രചരിപ്പിച്ചുവെന്നാണ് നാട്ടുകാരുടെ പരാതിയും. സംഘർഷമുണ്ടായി എന്നത് വസ്തുതയാണ്. എന്നാൽ അതിനിടയാക്കിയ സാഹചര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആരെയും ന്യായീകരിക്കുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം തലയിൽ കുറ്റം ചുമത്തരുത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കട്ടെ. കുറ്റം ചെയ്ത എല്ലാവർക്കുമെതിരെ ഒരേപോലെ തന്നെ നടപടി ഉണ്ടാകട്ടെ. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.